തൃപ്പാദം എന്ന പ്രതിദിന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. പരലോകം വിട്ടവൻ പാരിൽ വന്നു, പാപികൾക്കായി തന്റെ ജീവൻ തന്നു. പരലോകം വിട്ടവൻ പാരിൽ വന്നു, പാപികൾക്കായി തന്റെ ജീവൻ തന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ, പാടിപ്പുകഴ്ത്തും തൻ സ്നേഹത്തെ, കീർത്തിക്കും ഞാനെന്നും തൻ നാമത്തെ, കീർത്തിക്കും ഞാനെന്നും തൻ നാമത്തെ. അതിമോദം പാടും ഞാൻ സ്തുതിഗീതങ്ങൾ, ദേവാധിദേവൻ രാജാധിരാജൻ ലോകാധിനാഥനൻ യേശുവേ. ഇന്ന് നമ്മോട് വചനം സംസാരിക്കുന്നത് സഹോദരൻ ജോസഫ് ആന്റണി അഷ്ടമച്ചിറ. ഈ പുതിയ ദിവസത്തിൽ എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. നാം ഓരോരുത്തരും നമ്മുടെ ദൈനംദിന ക്രിസ്തീയ ജീവിതത്തിൽ വളരെയധികം പോരാട്ടങ്ങളിലൂടെ, സംഘർഷങ്ങളിലൂടെ, ശോധനകളിലൂടെ, പ്രയാസങ്ങളിലൂടെ, രോഗങ്ങളിലൂടെ, മറ്റുള്ളവരുടെ അവഗണനകൾ നമുക്കുണ്ട്, മറ്റുള്ളവർ നമ്മെ പരിഹസിക്കുന്നുണ്ട്, മറ്റുള്ളവരുടെ നിന്ദകൾ നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. എന്നാൽ അവിടെയെല്ലാം നമുക്ക് മുൻപോട്ട് പോകുവാൻ ശക്തി നൽകുന്നത് ദൈവത്തിന്റെ വചനമാണ്. ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് മുൻപ് ജീവിച്ചിരുന്ന അനേക തലമുറകളിലെ വ്യക്തിജീവിതങ്ങൾ കടന്നുപോയ സംഘർഷഭരിതമായ അനുഭവങ്ങളിൽ അവർ എപ്രകാരം അതിനെയൊക്കെ അതിജീവിച്ചു, അവരെ അതിജീവിക്കുവാൻ, മുൻപോട്ട് പോകുവാൻ പ്രോത്സാഹനം നൽകിയത് ആരാകുന്നു എന്നുള്ളത് രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. 46-ാമത്തെ സങ്കീർത്തനം നാം പരിശോധിക്കുമ്പോൾ അതിന്റെ 1, 2 വാക്യങ്ങളിൽ, 1, 2, 3 വാക്യങ്ങൾ നാം ഇങ്ങനെ കാണുന്നു: ദൈവം നമ്മുടെ സങ്കേതവും ബലവും ആകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും, പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യ വീണാലും, അതിൽ വെള്ളം ഇരച്ചു കലങ്ങിയാലും, അതിന്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. ഈ സങ്കീർത്തനം എഴുതിയ വ്യക്തികളെക്കുറിച്ച് ഇവിടെ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. നാം ഇന്ന് ജീവിക്കുന്ന ഈ തലമുറയിൽ ഇതിന് എത്രയോ ആണ്ടുകൾക്ക് മുൻപ് ജീവിച്ചിരുന്ന വ്യക്തികളാണവർ. എന്നാൽ ഇവിടെ അവർ പറയുന്നത് ശ്രദ്ധിച്ചാൽ, ഈ തലമുറയിൽപ്പെട്ട, അവർക്ക് ശേഷമുള്ള എല്ലാ തലമുറകളിലും ഈ ഭൂമിയിൽ ജീവിക്കുവാനായിട്ട് പോകുന്ന എല്ലാ സഹോദരീ സഹോദരന്മാരെയും അവരോട് ചേർത്ത് വെച്ചുകൊണ്ട് അവർ പറയുകയാണ്, ദൈവം നമ്മുടെ സങ്കേതവും ബലവും ആകുന്നു. അവർക്ക് വേണമെങ്കിൽ ദൈവം ഞങ്ങളുടെ സങ്കേതവും ബലവും ആകുന്നുവെന്ന് പറയാം. പക്ഷേ അവരുടെ അനുഭവങ്ങൾ അനേക തലമുറകൾക്ക് വേണ്ടി അവർ പകർന്നു കൊടുക്കുകയാണ്. അവർ പറയുന്നത് ദൈവം നമ്മുടെ സങ്കേതവും ബലവും ആകുന്നു എന്നാണ്. ഒരുപക്ഷെ ഈ വ്യക്തികൾ, ഇവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന കോരഹ് പുത്രന്മാർ, അവർ എല്ലാ തലമുറകളിലും ജീവിക്കുന്നവരല്ല. അവർ മനുഷ്യരെന്നുള്ള നിലയിൽ മരണം വഴി മാറ്റപ്പെടുന്നവരാണ്. എന്നാൽ തലമുറയായിട്ട് നമുക്കുള്ള ഒരു സങ്കേതമുണ്ട്. മോശെ പറയുന്നുണ്ട്, കർത്താവേ, അങ്ങ് തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. ആ തലമുറയായിട്ട് നമുക്ക് സങ്കേതമായിരിക്കുന്ന നമ്മുടെ ദൈവം ഈ പ്രയാസങ്ങളുടെ മധ്യത്തിൽ നമ്മെ ധൈര്യപ്പെടുത്തുന്നവനും, കുലുങ്ങാതെ, ഇളകിപ്പോകാതെ, ചഞ്ചലപ്പെട്ടു പോകാതെ നമ്മെ സൂക്ഷിക്കുന്നവനുമാകുന്നു എന്ന് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. എന്തെല്ലാം പ്രശ്നങ്ങൾ, എന്തെല്ലാം പ്രയാസങ്ങൾ ജീവിതത്തിൽ ഉണ്ടായാലും അവിടെയെല്ലാം നമുക്ക് ഭയപ്പെടാതെ ജീവിക്കുവാൻ നമ്മുടെ കർത്താവ് നമ്മെ സഹായിക്കുന്നു. ഇവിടെ കൊരപുത്രന്മാർ
പറയുന്നൊരു കാര്യം ശ്രദ്ധിക്കുക. അതിന്റെ 7-ാം വാക്യത്തിലും 11-ാമത്തെ വാക്യത്തിലും അവർ പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഞങ്ങൾ കുലുങ്ങാതിരിക്കുന്നത്? അതിന്റെ കാരണം അവർ പറയുന്നത്, സൈന്യങ്ങളുടെ യഹോവ നമ്മോടുകൂടെയുണ്ട്, യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. 11-ാം വാക്യത്തിലും അതേ വാക്യം തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഈ ദൈവം, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ നമ്മോടുകൂടെയുള്ളതുകൊണ്ട്, യാക്കോബിന്റെ വല്ലഭൻ നമുക്ക് ദുർഗമായിട്ടുള്ളതുകൊണ്ട് നാം ഒന്നിലും കുലുങ്ങിപ്പോകുവാൻ, ചഞ്ചലപ്പെട്ടു പോകുവാൻ ആവശ്യമില്ല എന്ന് ദൈവഭക്തന്മാർ നമ്മോട് പറയുകയാണ്. നമുക്കറിയാം, എബ്രായ ലേഖനം 13:8 നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രകാരം നാം കാണുന്നു, യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. കർത്താവായ യേശുക്രിസ്തു കൊരഹുപുത്രന്മാരുടെ കൂടെ ഇരുന്നവൻ, യാക്കോബിന്റെ ദൈവമായിരുന്നവൻ, സൈന്യങ്ങളുടെ ദൈവമായിരുന്നവൻ, അവിടുന്ന് നമ്മെ സ്നേഹിച്ച് ഈ ലോകത്തിലേക്ക് മനുഷ്യനായിട്ട് വന്നു, നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ അവിടുന്ന് ജീവിക്കുന്നു. അവിടുന്ന് പറഞ്ഞു, ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട്. ഈ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധികളിലും അതിധൈര്യത്തോടെ മുൻപോട്ട് പോകുവാൻ കൊരഹുപുത്രന്മാരെ പോലെ, വേദപുസ്തകത്തിലുള്ള ഭക്തന്മാരെ പോലെ നമുക്കും സാധിക്കട്ടെ. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. അതിമോദം പാടും ഞാൻ സ്തുതിഗീതങ്ങൾ, ദേവാധിദേവൻ രാജാധിരാജൻ ലോകാധിനാഥൻ യേശുവേനും, ലോകാധിനാഥൻ യേശുവേ.